Good morning. Today going to talk about classification of hospitals. ഹോസ്പിറ്റൽ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ യൂണിറ്റ് 1 പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻസ് നമ്മൾ 2-3 ക്ലാസിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ഓണർഷിപ്പ്. ദെൻ ഓണർഷിപ്പിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആണ്. ഗവൺമെൻറ് ഗ്രാൻസ് അതുപോലെ തന്നെ ഡൊണേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റേറ്റ് ട്രഷറിയിൽ നിന്നുള്ള ഫണ്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. അത് മെഡിക്കൽ കോളേജ് ആവാം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിനോട് അനുബന്ധം അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ ഉള്ള ഹോസ്പിറ്റലായിരിക്കാം പബ്ലിക് ഹോസ്പിറ്റൽ. നെക്സ്റ്റ് വരുന്നതാണ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഫോം ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് ഫിലാന്ത്രോപ്പിസ്റ്റ്, അതായത് മനുഷ്യ സ്നേഹികൾ ചേർന്ന് തുടങ്ങുന്നതാണ് സൊസൈറ്റീസിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീ സർവീസ്, ചില ട്രീറ്റ്മെൻറ്റിനൊക്കെ ഫ്രീ ആയിരിക്കും, പിന്നെ സം കൺസെഷണൽ ആൻഡ് സബ്സിഡീസ് റേറ്റിലായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. നോട്ട് ഫോർ പ്രോഫിറ്റാണ് ഈ ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് കൺസെഷൻസും കാര്യങ്ങളൊക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ വരുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഓർ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. ഇത് മോട്ടീവ് ഈസ് പ്രോഫിറ്റ് മേക്കിംഗ്, ദെൻ പ്രോഫിറ്റ് ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് പ്രോഫിറ്റ് മോട്ടീവോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ പ്രോഫിറ്റ് മുഴുവൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് സ്പെഷ്യലൈസേഷൻസ് എന്ന് പറഞ്ഞാൽ അലോപ്പതി മെഡിസിൻസ് കൂടാതെ നമ്മൾ ചില സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഫിഷ് എൻറ്റേർഡ് ഇൻ ടു ദ മെഡിക്കൽ ഫീൽഡ് ഹോൾ പ്ലാൻസ് ടു ട്രീറ്റ് പീപ്പിൾ വിത്ത് സ്പെസിഫിക് കണ്ടീഷൻസ്. ചില കണ്ടീഷൻസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, അതൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹോസ്പിറ്റൽ. ആയുർവേദം നമുക്കറിയാം, ആയുർവേദ ഹോസ്പിറ്റലാണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എൻറ്റിറ്റീസ് ഓഫ് ഈക്വിലിബ്രിയം. നമ്മുടെ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ട് ആയുർവേദിക് മെഡിസിൻസ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. പഞ്ചഭൂതങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ആയുർവേദ എന്ന് പറയുന്നത്. സിദ്ധ എന്ന് പറയുന്നത് മെഡിസിൻ എംഫസിസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് മിയർലി ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ടേക്കിംഗ് ടു അക്കൗണ്ട് പേഷ്യൻ്റ് എൻവയോൺമെൻറ്റ്, ഏജ്, ഹാബിറ്റ്, അതൊക്കെ അനുസരിച്ച് ഒരു സിദ്ധ ലിറ്ററേച്ചർ ഈസ് തമിഴ് ലിറ്ററേച്ചറാണ്. അത് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. യുനാനി മെഡിസിൻ ഓഫ് എസ്റ്റാബ്ലിഷ് നോളജ് ആൻഡ് പ്രാക്ടീസ് റിലേറ്റിംഗ് ടു പ്രൊമോഷൻ ഓഫ് പോസിറ്റീവ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഹെൽത്ത്. അറബിക് എൻറിച്ചഡ് ആണ് യുനാനി മെഡിസിൻസ്. മിഡീവൽ പീരീഡിലൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നതാണ്. ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ വലിയ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ്, ക്യൂറിങ് ഡിസീസസ്, അഡ്മിനിസ്ട്രേറ്റിംഗ് പൊട്ടൻസി ഓഫ് ഡ്രഗ്സ് തന്നെ പല രീതിയിൽ ഉപയോഗിച്ചിട്ട് അസുഖങ്ങൾ ഭേദമാക്കുന്നതാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. യോഗ ആൻഡ് നാച്ചുറോപ്പതി. യോഗ എന്ന് പറയുന്നത് വേ ഓഫ് ലൈഫാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ബിഹേവിയർ, സോഷ്യൽ ബിഹേവിയറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് യോഗ ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറയുന്നത്. നാച്ചുറോപ്പതി എന്ന് ഡ്രഗ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ്. മരുന്നുകളില്ലാതെ തന്നെ നാച്ചുറലിൽ നിന്നുള്ള ഉപയോഗിച്ചിട്ട് ചില ഹാബിറ്റ്സ് ഫോളോ ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് ഹ്യൂമൻ ബോഡീനെ പ്യൂരിഫൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നാച്ചുറോപ്പതി എന്ന് പറയുന്നത്. പിന്നെ ഹോസ്പിറ്റലിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ സർവീസിൻ്റെ ബേസിസിൽ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ. അപ്പോൾ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രൊസീജിയേഴ്സ്, മെഡിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. പിന്നെ ടെലിമെഡിസിൻ ഹോസ്പിറ്റൽ, നമുക്ക് ടെലിഫോണിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ മെഡിസിൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടെലിമെഡിസിൻ ഹോസ്പിറ്റൽസ്. ഡ്രഗ് തെറാപ്പി ഹോസ്പിറ്റൽ, പേഷ്യൻ്റ് ഡയഗ്നോസിഡ് എയിൽമെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റ് റെലവൻറ്റ് മെഡിസിൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഡയഗ്നോസ്റ്റിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ടു ഫൈൻഡ് നേച്ചർ ഓഫ് ഡിസീസസ്. ആ ഡിസീസിൻ്റെ കാരണവും കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് ചില എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സാധാരണ എക്സ്റേ, ECG, ബ്ലഡ് ടെസ്റ്റ്, ഇക്കോകാർഡിയോഗ്രഫി, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, യൂറിൻ ആൻഡ് സ്റ്റൂള്, പ്രഗ്നൻസി ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്ന ഹോസ്പിറ്റലാണ് ഡയഗ്നോസ്റ്റിക് ഹോസ്പിറ്റൽ. അവിടെ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നും ഉണ്ടാവില്ല. ഡയഗ്നോസ്റ്റിക് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് സെൻറ്ററുകൾ എന്നൊക്കെ പറയുന്നത് ഈ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ, താങ്ക് യു.